സിനിമയ്ക്ക് പുറമെയുള്ള വിഷയങ്ങളിലും വാർത്തകളിൽ ഇടം പിടിക്കുന്ന തെന്നിന്ത്യൻ താരമാണ് അമല പോൾ. വസ്ത്രധാരണത്തിന്റെയും ജീവിത രീതികളുടെയും ഒക്കെ പേരിൽ അമല ഏറെ വിമർശനങ്ങളാണ് നേരിടുന്നത്. ഈ അടുത്ത് ലെവൽ ക്രോസ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ ധരിച്ച വസ്ത്രത്തിന്റെ പേരിലും അമല അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. മാത്രമല്ല, ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിമർശകർ അമലയെ വെറുതെ വിട്ടില്ല. ഇപ്പോഴിതാ തന്റെ കാഴ്ചപ്പാടുകളെപ്പറ്റിയും വിവാഹ ജീവിതത്തെപ്പറ്റിയും ഒക്കെ പറയുകയാണ് അമല പോൾ. മലയാളത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും അമല താരമാകുന്നത് തമിഴ് സിനിമാ രംഗത്താണ്. പിന്നീട് തെലുങ്കിലും അമല സാന്നിധ്യം അറിയിച്ചു. ഇന്ന് തെന്നിന്ത്യയാകെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അമല പോൾ. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെ വന്ന അമല തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഈയടുത്തായിരുന്നു അമല പോൾ വിവാഹിതയായതും അമ്മയായതുമൊക്കെ. ജഗത് ദേശായിയാണ് അമലയുടെ ഭർത്താവ്. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. അമലയുടെ രണ്ടാം വിവാഹം കൂടിയാണിത്. തന്റെ ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞതിനെക്കുറിച്ചും ജഗത്തിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും ഒക്കെ അമല പോൾ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമല തന്റെ മനസ്സ് തുറക്കുന്നത്. ആദ്യ വിവാഹ ബന്ധം വേർപിരിയുമ്പോൾ അങ്ങനെയൊന്ന് സംഭവിക്കേണ്ടതാണെന്നേ ചിന്തിച്ചിരുന്നുള്ളൂ എന്നാണ് അമല പറയുന്നത്. രണ്ടു വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ പിരിയാം, അല്ലെങ്കിൽ ക്ഷമയോടെ തുടരാം. തന്നെ സംബന്ധിച്ച് എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും എത്ര ആഡംബരമുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് അമല പറയുന്നത്. പൊതുവെ താൻ ആരെയും കുറ്റപ്പെടുത്താറില്ല. എല്ലാം തന്റെ തെറ്റായിരുന്നു. ജീവിതത്തിൽ അത്ര മികച്ച തീരുമാനമല്ല എടുത്തതെന്നും അതെല്ലാം അംഗീകരിക്കുന്നുവെന്നുമാണ് അമല പോൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ കുറ്റബോധമില്ല എന്നും അതേക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാറില്ല എന്നും താരം പറയുന്നു. ഒരു സാഹചര്യത്തിൽ ചെയ്യാനാകാത്തത് മറ്റൊരു സാഹചര്യം വരുമ്പോൾ നന്നായി ചെയ്യുകയല്ലേ പ്രധാനമെന്നാണ് അമല പോൾ ചോദിക്കുന്നത്. തീർത്തും യാദർച്ഛികമായിട്ടാണ് ജഗത് ദേശായി അമലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതേക്കുറിച്ചും അമല ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ഗോവയിൽ കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല യാത്രയിലാണ് ജഗത് ദേശായിയെ അമല കണ്ടുമുട്ടുന്നത്. താൻ താമസിച്ചിരുന്ന വില്ല ജഗത്തിൻ്റെതായിരുന്നുവെന്നും ആ പരിചയം സൗഹൃദമായി മാറിയെന്നും അപ്പോഴേക്കും രണ്ടുപേർക്കും അതിനുമേലെ ഒരു ഇഷ്ടം പരസ്പരം തോന്നി തുടങ്ങിയിരുന്നുവെന്നും അമല പറയുന്നു. രണ്ടാളും ആഗ്രഹിക്കുന്ന തരം പങ്കാളികളാണെന്ന തോന്നൽ ഉണ്ടായെന്നും താരം പറയുന്നു. രസകരമായ വസ്തുത അമല നടിയാണെന്ന് അന്ന് ജഗത്തിന് അറിയില്ലായിരുന്നു എന്നതാണ്. വീട്ടിലും വിവാഹാലോചനകൾ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാലമായി സിംഗിളായി ജീവിച്ച ആളാണ് താൻ. അതുകൊണ്ട് തന്നെ എടുത്തുചാടിയുള്ള പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് അമല അപ്പോൾ പറയുന്നത്. ഇനി എടുക്കുന്ന തീരുമാനമെങ്കിലും ശരിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അമല വ്യക്തമാക്കുന്നുണ്ട്. അതേക്കുറിച്ച് വീട്ടുകാരോടും അമല വ്യക്തമായി തന്നെ സംസാരിച്ചിരുന്നു. ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഡേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കൂ എന്ന് താൻ അമ്മയോടൊക്കെ പറഞ്ഞിരുന്നുവെന്നും, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും തന്നെയും ജഗത്തിനെയും തമ്മിൽ അടുപ്പിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുമാണ് അമലയുടെ അഭിപ്രായം. ഡേറ്റിംഗ് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ തന്റെ പിറന്നാളിന് കുറച്ച് ദിവസം മുൻപ് ജഗത്ത് പ്രപ്പോസ് ചെയ്തുവെന്നും അങ്ങനെ വൈകാതെ വിവാഹവും നടന്നുവെന്നാണ് അമല പറയുന്നത്. ഇപ്പോൾ മകൻ ജനിച്ചതിന്റെ സന്തോഷത്തിലാണ് താനും ജഗത്തുവെന്നും അമല അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.